പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ തിരുവനന്തപുരം മേയർ എയർപോർട്ടിൽ പോയില്ല എന്നൊരു വാർത്ത വളരെ വിവാദമായി. പലരും അതിനെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. പക്ഷേ വളരെ ബുദ്ധിപൂർവമുള്ള ഒരു തീരുമാനമായിരുന്നു മേയറുടെ. അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് എയർപോർട്ടിൽ പോയി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചാൽ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി എയർപോർട്ടിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് കിഴക്കേക്കോട്ടിലേക്ക് വരുമ്പം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ എസ്കോട്ട്, അദ്ദേഹത്തിൻ്റെ ഹെൽത്തിൻ്റെ ആൾക്കാർ, അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ തൊട്ടുപുറകെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഗവർണറാണ്. ഗവർണറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എസ്കോട്ടും, അതിൻ്റെ പിന്നാലെ മുഖ്യമന്ത്രിയായിരിക്കും. മുഖ്യമന്ത്രി എസ്കോട്ടും വന്നു കഴിഞ്ഞാൽ പിന്നീട് മേയർ വരുമ്പം നാലാമതായി പോകും. നാലാമത് വരുമ്പം മോട്ടോർ കാറിൻ്റെ ഏറ്റവും അവസാനം. അത് തന്നെയല്ല, പ്രധാനമന്ത്രി എയർപോർട്ടിൽ നിന്ന് വരുമ്പം ഓവർബ്രിഡ്ജ് മുതൽ അദ്ദേഹം സമ്മേളന നഗരം കിഴക്കേക്കോട്ട വരെ അദ്ദേഹം പൊതുജനങ്ങളെ മുഴുവൻ കണ്ട് സംസാരിക്കും, അല്ലെങ്കിൽ നടന്നു പോകും എന്നൊക്കെയായിരുന്നു പറഞ്ഞെങ്കിലും കാറിൽ നിന്നുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചു. അവിടുന്ന് ജനാരവം അദ്ദേഹം കേട്ടു, ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടിയിരുന്നു. അപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ മേയർക്ക് സ്റ്റേജിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ബുദ്ധിപൂർവമായ ഒരു തീരുമാനമാണ് മേയർ ചെയ്തത്. അത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിലൊക്കെ അറിയിച്ച ശേഷമായിരിക്കും ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് തന്നെ. അത് തന്നെയല്ല, എയർപോർട്ടിൽ വരുമ്പോൾ സാധാരണഗതിയിൽ പതിവനുസരിച്ച് നഗരത്തിൽ VIP അല്ലെ പ്രസിഡൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്റർ കാല് കുത്തുമ്പം എയർപോർട്ടിൽ വെച്ച് സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഒരാളെ വരുമ്പോൾ നമ്മൾ വാതിൽക്കൽ പോയി സ്വീകരിക്കുന്ന പോലെ നഗരത്തിൻ്റെ ആ ഗേറ്റ് വേ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ വെച്ച് തന്നെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്ന ഒരു പതിവ്, അതാണ് ഇതുവരെ അതാണ് പ്രോട്ടോക്കോൾ എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മേയറുടെ ആ വിജയം, ഇപ്പോൾ മേയറായിരുന്ന രാജേഷ് BJP നേരത്തെ പറഞ്ഞിരുന്നു നഗരസഭ പിടിച്ചെടുക്കുമെന്ന്. അതായിരുന്നു അവരുടെ ഇലക്ഷൻ പ്രചരണവും. അതനുസരിച്ച് നഗരം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവരും എന്ന് BJP പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നഗരപിതാവ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞ പോലെ തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തി. അപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നഗരപിതാവിന് ഊഷ്മളമായ ഒരു സ്വീകരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോൾ അതിന് പ്രധാനമന്ത്രി വന്ന് സ്റ്റേജിലിരിക്കുമ്പോൾ നഗരപിതാവ് അവിടെ ഉണ്ടാകണം. പക്ഷേ നഗരപിതാവ് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല, ഏറ്റവും പിന്നിലാവും. ഓവർബ്രിഡ്ജ് പോലെ അദ്ദേഹത്തിന് സഞ്ചരിക്കാനും കഴിയില്ല. അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം വന്നുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം എടുത്ത ഒരു തീരുമാനമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. അതുകൊണ്ട് നേരത്തെ അങ്ങനെ ചില നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി, അതൊരു പ്രസിഡൻ്റായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ടും അതൊന്നും അല്ല കാര്യം. ഒന്നാമത് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്കും അതിനൊരു ഇൻകൺവീനിയൻസ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് തന്നെയല്ലേ, മേയർ തിരുവനന്തപുരം നഗരത്തിലെ മേയറെ അദ്ദേഹം അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മേയർ സ്റ്റേജിലുണ്ടാകണം. അപ്പം പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹം സഞ്ചരിക്കാൻ പോയാൽ, എയർപോർട്ടിൽ പോയി സ്വീകരിക്കാൻ പോയാൽ മേയർ സ്റ്റേജിലുണ്ടാവില്ല. അത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അത് IBയും അതുപോലെ തന്നെ ഗവർണർ, പ്രൈം മിനിസ്റ്റർ, സെക്യൂരിറ്റി അവരുമൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ആ തീരുമാനം കൈക്കൊണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് മേയർ നേരെ അവിടെ പുത്തരിക്കണ്ടം മൈതാനത്തെ സ്റ്റേജിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തെ BJPയുടെ വ്യക്തി മേയറാകുകയും അതോടൊപ്പം 45 ദിവസത്തിനകം പ്രൈം മിനിസ്റ്റർ കേരളത്തിൽ വരികയും മേയറെ അനുമോദിക്കുകയും, അത് ഇന്ത്യയിൽ അദ്ദേഹം പല സ്ഥലത്തും പോയപ്പം പ്രൈം മിനിസ്റ്റർ ബംഗാളിലും അവിടെ ഇവിടെയും പറഞ്ഞിരുന്നു, ബീഹാറിലെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നു തിരുവനന്തപുരം നഗരം BJP മേയർ പദവി പിടിച്ചെടുക്കും. അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ട് അദ്ദേഹം ആഹ്ലാദത്താൽ ഇവിടെ വന്നു. 45 ദിവസം കഴിഞ്ഞപ്പം തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. നമുക്ക് ഇവിടെ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും അദ്ദേഹം പ്രഖ്യാപിച്ചില്ല. അദ്ദേഹം നേരെ ഇനി ചെന്നൈക്കാണ് പോകുന്നത്. അവിടെ ഇലക്ഷൻ പ്രചരണം നടത്തിയിട്ട് അദ്ദേഹം മടങ്ങുന്നതായിട്ടാണ് വരുന്നത്. ഏതായാലും മേയർ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോയി സ്വീകരിക്കില്ല
എന്നൊന്നും ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അതൊന്നും വിവാദമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അത് പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ സൗകര്യം അനുസരിച്ച് മേയർ സ്വീകരിക്കാൻ വരുന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം സ്റ്റേജിൽ തന്നെ ഉണ്ടാകണം. അത് കണക്കാക്കി നേരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് മേയർ പോയി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം. അതിലപ്പുറത്തോട്ടൊന്നും അത് വിവാദമാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല.